ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും ന്യൂ ആയിട്ട് ചേച്ചിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാണ്, ബാക്ക്ഗ്രൗണ്ടിൽ ചില സൗണ്ടുകളൊക്കെ ഉണ്ടാവും. വേറെ ഒന്നല്ല, എലക്ഷന്റെ ഭാഗമായിട്ട് ഇവിടെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-3 ദിവസമായി ഞാൻ ഇങ്ങനത്തെ കമൻറ്റ് കാണുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുമോ, ക്രാഫ്റ്റ് പ്രൊഡക്ട്സ് കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് ഉള്ളത്. അപ്പം സത്യം പറഞ്ഞാൽ ക്രാഫ്റ്റൊക്കെ ചെയ്യാറുണ്ട്. ജില്ലയിൽ നിന്നൊക്കെ എനിക്ക് ഫസ്റ്റൊക്കെ കിട്ടാറുണ്ട്, നമ്മുടെ ശാസ്ത്രമേളയുടെ ടൈമിനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള കുറേ ക്രാഫ്റ്റ് പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഉള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാനൊരു കണ്ടന്റ് ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഒക്കെയാണ് കേട്ടോ എൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഏതായാലും നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഗൈസ്, 2ാം ക്ലാസ് തൊട്ടേ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആണ്. ഞാൻ ചാനലിൽ ക്രാഫ്റ്റ് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ടേബിൾ ഇട്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. എൻ്റെ ടേബിൾ ഇട്ടിരിക്കുന്ന നേരെ മുന്നിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഇരുന്ന് ജേർണൽ ചെയ്യാനും ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഏതായാലും ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെ ഒന്ന് കണ്ടുവരാം. ക്രാഫ്റ്റ് സപ്ലൈസിന് മുമ്പ് തന്നെ ഞാൻ കാണിക്കുന്നത് എൻ്റെ 2 നോട്ട് ബുക്സ് ആണ് ഗൈസ്. ഞാൻ എൻ്റെ ഒരു മ്യൂസിക് നോട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പം ഒരുപാട് ഒന്നും എഴുതിയിട്ടില്ല, ഇനിയും കുറേ എഴുതാനായിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ യൂസ് ചെയ്തൊരു ബുക്കാണിത്. ഈ 2 ബുക്കിൻ്റെയും കവർ പേജ് ഞാനൊരു ജേർണൽ തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ യൂസ് ചെയ്ത് ഒഴിവാക്കാറായ ബുക്കാണ്, നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഈ ഒരു 2 ടിന്നിലാണ് എൻ്റെ ബാക്കി കുറച്ച് സാധനങ്ങൾ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് ഉണ്ടാക്കിയ 2 സ്റ്റാമ്പ്സ് ആണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മുടെ ലൈറ്റിൻ്റെ ഒക്കെ മുകളിൽ നിന്ന് കിട്ടിയ കുറച്ച് സ്ക്വയർ സംഭവമാണിത്. ഇതിൻ്റെ മുകളിൽ ഞാൻ പെയിൻറ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായോ? എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഈ 2 കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, നമ്മൾ ജേർണലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടിക്കാൻ പറ്റിയ കുറച്ച് പിൻട്രസ്റ്റി ഫോട്ടോസാണ് കേട്ടോ. ഇത് ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഒരു ബുക്ക് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ബോക്സിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഫിയുടെ ഡോളാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിന് മുമ്പ് ഞാൻ പരീക്ഷിച്ചൊരു ഡോളാണ് ഇത്. എനിക്ക് കാൻഡിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയൊരു കാൻഡിലാണിത്. ഒരു സമയത്ത് ഈ എഗ് കാൻഡിൽ ഭയങ്കര ട്രെൻഡായിരുന്നു. ആ ടൈമിലാണ് ഞാൻ അത് ഉണ്ടാക്കിയത്. ഇതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയതാണ് ആ ബോ ഉള്ളൊരു കാൻഡിൽ. ഈ കാൻഡിൽ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാതും പല വഴിക്ക് പോയി, കുറേയൊക്കെ തീർന്നും പോയി. പിന്നെ ഉള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് എന്നൊക്കെ പറയെങ്കിലും ഇതൊരു മിനിയേച്ചർ ഓർഗനൈസർ ആണ് കേട്ടോ. എൻ്റെ ഉള്ളിൽ ഒരു മിനി പെന്നുണ്ട്. ഇത് ഞാനൊരു നോട്ട്ബുക്ക് വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ വാഷി ടാപ്സും ഉണ്ട്. ഇതും ഞാൻ ഉണ്ടാക്കിയ ഒരു സ്കെയിലാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു 50 റുപ്പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒരു ഹാക്സ് ഓഫ് ബ്ലേഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ. മൂർച്ചയുണ്ടെന്ന് വെച്ചാൽ നല്ല മൂർച്ചയുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് ഈ ഒരു സംഭവത്തിന് ഉള്ളിലുള്ളത്. പിന്നെ ടാപ്പുകളുടെ കൂട്ടത്തിൽ എൻ്റെ കയ്യിലുള്ളത് ഒരു ഡബിൾ സൈഡ് ടാപ്പും അതുപോലെ തന്നെ മാസ്കിംഗ് ടാപ്പും ആണ് കേട്ടോ. പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോൾ ഗ്ലൂ ഗൺ ആണ്. അത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന മിക്കവരുടെ കയ്യിലും ഗ്ലൂ ഗൺ ഉണ്ടാവും അല്ലേ. ചില ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ് ഗ്ലൂ ഗണ്ണ്. അതിൻ്റെ ഒരു സ്റ്റിക്കും ഉണ്ട്. പിന്നെ ഇത് ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു കവായി സ്റ്റിക്കർ ബോക്സ് ആണ് കേട്ടോ. ഈ ബോക്സ് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കവായി സ്റ്റിക്കറൊക്കെ ഞാൻ വാങ്ങിയത് തന്നെ കേട്ടോ. പിന്നുള്ളത് ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വാഷി ടാപ്സ് ആണ്. പിന്നെ ഈ ഒരു കളിയിൽ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അപ്പത്തെ ബുദ്ധിയിൽ ചെയ്തതാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇവിടെ കുറച്ച് പാക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ റേറ്റൊക്കെ എഴുതിയിട്ട് താങ്ക് യു കാർഡും അതേപോലെ കുറച്ച് എക്സ്ട്രാ സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് എടുത്ത് വെച്ചതാട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ലോക്കും കീയും ഉണ്ടായിരുന്നു. ഒരുപാട് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ട്. ഇതല്ല ഇനിയും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ ഞാൻ വരച്ച ചിത്രങ്ങളാണ്. എൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ 5 റുപ്പീസിന് കുറച്ച് ഇങ്ങനത്തെ കുറേ കാർഡ് കിട്ടുമായിരുന്നു. അപ്പം ഞാനതിങ്ങനെ കുറേ വാങ്ങി കൂട്ടിയിട്ട് അതും ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ട്. പിന്നെ വീണ്ടും ഞാൻ വരച്ച ചിത്രങ്ങൾ തന്നെയാണുള്ളത്. അത് കുറേ ഗ്ലിറ്റർ പേപ്പേഴ്സ് ഒക്കെ കേട്ടോ. ഇത് ഞാൻ ജേർണൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പണ്ട് കുറേ കാലമായി ഗൈസ് അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു കീ ചെയിൻ ആണ് കേട്ടോ. പിന്നെ ഗ്ലിറ്റർ ഉണ്ട്, ഗോൾഡൻ സ്പാർക്കുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കിയ സ്റ്റാമ്പ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കി നോട്ട്സ് ആണ് കേട്ടോ. ഞാൻ
കുറച്ച് ക്യൂട്ടാക്കിയതാണ് ഗൈസ്. പിന്നെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്, ഞാനൊരു ബുക്ക് ലെവലിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും ഞാൻ ജേർണലിന് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഷെൽഫാണ്. ഇതിൽ ഞാൻ കുറച്ച് ക്യാൻഡിലൊക്കെയാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൽ കുറച്ച് വാഷി ടാപ്സും ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇതെല്ലാവർക്കും അറിയാലോ, നമ്മുടെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു പെന്നാണ്. ഒരു ഹാക്സ് ഓഫ് ബ്ലേഡും അതുപോലെ തന്നെ ഒരു തെർമാക്കോൾ കട്ടറും ആണ് കേട്ടോ ഉള്ളത്. പിന്നെ ഒരു ബ്ലാക്ക് കളർ മാർക്കറുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഒരു സ്കുഷി ഉണ്ട്. അടുത്ത കള്ളിയിലുള്ളത് കുറച്ച് പോളറോയിഡ്സ് ആണ് കേട്ടോ ഗൈസ്. കുറേ പണ്ടുള്ള പോളറോയിഡ്സ് ആണ്, പക്ഷെ ഞാൻ ഇപ്പോഴും എടുത്ത് വയ്ക്കും ഗൈസ്. ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലുള്ളതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഒരു വൈറ്റ്നറാണ്, ഡോംസിൻ്റെ വൈറ്റ്നറാണ്. പിന്നെ ഒരു ബ്രഷ്, അതേപോലെ തന്നെ നമ്മുടെ ഗ്ലൂ സ്റ്റിക്കാണ്. ഗ്ലൂ സ്റ്റിക്കിനെ ഞാനൊന്ന് ക്യൂട്ടാക്കിയതാണ് കേട്ടോ ഗൈസ്. പിന്നെ ഒരു നോർമൽ 10 റുപ്പീസിൻ്റെ ടാപ്പ് ഉണ്ട്, ട്രാൻസ്പാരൻറ്റ് ടാപ്പ്. ഒരു ഫെവിക്കോൾ ഉണ്ട് കേട്ടോ. 25 റുപ്പീസാണ് ഇതിൻ്റെ MRP വരുന്നത്. പിന്നെ ഈ ആണൊക്കെ ഞാൻ ക്രോഷറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങി. ഇത് ഞാനിപ്പോൾ കറൻ്റ്ലി പഠിച്ചതാണ്. ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയത്, ഇനിയും ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പേസ്റ്റൽ ഫാബ്രിക് പെയിൻറ് ഉണ്ട്. പിന്നെ 2 ഫെയറി ലൈറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന പലർക്കും ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ക്രോഷറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഹൂക്ക് ഉണ്ട്. അതുപോലെ ഇത് സാൻഡ്രിയോ തീമിലുള്ള ഒരു ബ്ലൈൻഡ് ബാഗ് ആണ്. കുറേ കാലമായി ഞാൻ അത് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ നമുക്ക് വേഗം ചെയ്യാം. സ്റ്റേപ്ലെയർ ഉണ്ട്, മാർക്കർ ഉണ്ട്, അതേപോലെ ഒരു ഫെവി ബോണ്ട് ഉണ്ട്, പിന്നെ നമ്മുടെ പഞ്ചിങ് മെഷീനും ഉണ്ട്. പിന്നെ ഗൈസ് ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ സെൻസെറ്റിൽ നിന്ന് മുക്കിയതാട്ടോ. ഉണ്ട്. പിന്നെ കുറേ അധികം വാൾ പോസ്റ്റേഴ്സ് ഉണ്ട്, ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ കുറേ അധികം ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ട് കേട്ടോ. ഇത് ഞാനൊരു 50 റുപ്പീസിന് പാക്കറ്റ് വാങ്ങിയതായിരുന്നു ശാസ്ത്രമേളയുടെ ഒരു ആവശ്യത്തിന്. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്, പിന്നെ ആക്രിലിക് പെയിന്റ് ഉണ്ട്, ക്യാമലിൻ്റെ ആണ് കേട്ടോ. ഓരോ ആവശ്യങ്ങൾക്ക് ഇങ്ങനത്തെ ലൂസ് ഫാബ്രിക് പെയിന്റുകൾ വാങ്ങാറുണ്ട്. അങ്ങനെ വാങ്ങിയ 2-3 കളേഴ്സാണ് ഇതിന്. കളർ ഗ്ലിറ്ററും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈ ഫ്ലവേഴ്സ് ഗൈസ്, കുറേ ഉണ്ട് ഇതിൽ. അതേപോലെ സ്ട്രോ ഉണ്ട്, ഫ്ലക്സ് ക്യൂക്ക് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾ എല്ലാ ക്രാഫ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണല്ലോ ഈ ഒരു ക്ലേ ഉണ്ട്. പിന്നെ ഒരു ബ്രൗൺ കളർ ടാപ്പും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടിഷ്യൂവും കൂടാണ് ഉള്ളത്. നമ്മുടെ കട്ടിങ് മാറ്റ്, ഇത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് മെയിനായിട്ട് വെക്കുക. പിന്നെ ഗൈസ് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലെ കുറച്ച് ആക്രി സാധനങ്ങൾ. ഇതിൽ മെയിനായിട്ട് ഫോം ബോർഡും അതുപോലെ തന്നെ കുറച്ച് കട്ട് ചെയ്യാൻ പറ്റിയ നല്ല കട്ടിയുള്ള ടൈപ്പ് കുറച്ച് ബോർഡുകളൊക്കെയാണ് ഉള്ളത്. മെയിനായിട്ടുള്ളത് ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന ഈ ഒരു റിബണാണ്. പല കളേഴ്സും പല ഡിഫറെൻറ്റ് പാറ്റേണും വരുന്ന റിബൺസ് ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഇത് ഞാനൊരു ബൊക്കറ്റ് ഉണ്ടാക്കാൻ വാങ്ങിയതായിരുന്നു. ബാലൻസ് ആണിത്. ഞാൻ ഉണ്ടാക്കിയൊരു ബൊക്കറ്റ് ഇതാണ് കേട്ടോ. ഇതെൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഈ ഒരു ടുലിപ്പ് ഞാൻ കോണിൻ്റെ ഡെലി വെച്ച് ഉണ്ടാക്കിയതാണ്. ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ എൻ്റെ ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.